നമ്മുടെ ഇപ്പോൾ കുറേ പേര് കോൺഗ്രസിന് ബി ജെ പിക്ക് പോകണമെന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ ബി ജെ പിയുടെ വന്ന പ്രതിനിധി കുറച്ച് മാസമായിട്ടുള്ള തോന്നുന്നു ബി ജെ പിയിലേക്ക് വന്നിട്ട്. ഈ പ്രതിനിധി ഞങ്ങളുടെ പ്രവർത്തകനാ ആലത്തൂര് കോൺഗ്രസ് അധികാരമോഹം കൊണ്ട് പോയിരിക്കാണ്. അല്ലാണ്ട് പ്രസ്ഥാനത്തോടുള്ള അവഗണനയില്ല. മാത്രമല്ല കേരളത്തിലെ പ്രശ്നങ്ങള് നിരവധി അച്ഛന്മാർക്കും അമ്മമാർക്കും പെൻഷനില്ല, മാസങ്ങളായി പെൻഷനില്ല. ആന്റണി ഉള്ളപ്പോൾ ഇവർ പറയുന്നത് 7 മാസങ്ങളുള്ളൂ, 7 മാസമായി പെൻഷനില്ല. ഡൽഹി കർഷകർക്ക് പൈസ കിട്ടുന്നില്ല. കേന്ദ്ര ഗവൺമെന്റ് 22 രൂപ കൊടുക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ഫണ്ടിലേക്ക് അയച്ചിട്ടാണ്. 28-20 സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുക്കുന്നു. ആ 22 രൂപ നേരിട്ട് കർഷകർക്ക് അയച്ചാൽ ഞങ്ങൾക്ക് മറുപടി പറയാൻ ഓഡിയൻസിന് റൗണ്ടിന് ശേഷം എല്ലാവരും തയ്യാറാവുക. ചോദിച്ചോളൂ. മൈക്ക് എന്തെങ്കിലും ചെയ്താ ചെയ്യരുത് കേട്ടാ. പറഞ്ഞോ. എനിക്ക് കോൺഗ്രസിന്റെ പ്രതിനിധിയോടാണ് ചോദ്യം. ചോദിക്കേ. അല്ല ഇപ്പോ കമന്റ് ഇപ്പൊ ഒരു പ്രഖ്യാപനം വന്നു. വയനാട് രാഹുൽ ഗാന്ധി BJP-ക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് വയനാട് വന്ന് ഓടി ഒളിച്ച നിങ്ങളുടെ രാഹുൽ ഗാന്ധിക്കും നിങ്ങളുടെ കോൺഗ്രസിനും ആണോ കേരളക്കാർ വോട്ട് ചെയ്യേണ്ടത്? ഒരു മിനിറ്റ് 112 മുൻ മുഖ്യമന്ത്രിമാർ, കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രിമാർ, 112 കോൺഗ്രസ് MP-മാർ ഇന്ന് BJP-യിലാണ്. നിങ്ങളെ വിശ്വസിച്ചിട്ടാണോ ഇന്ത്യയിൽ നിങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്യേണ്ടത്? 19 കേരളത്തില് MP-മാര് പോയി. ഇവിടെ കേരളത്തിന് എന്ത് ഗുണമാണ് ഉണ്ടായത്? CPM-ന്റെ പ്രതിനിധിയാണോ ചോദിക്കുന്നത്? രാഹുൽ ഗാന്ധിയുടെ വയനാട് പ്രവേശനത്തെ കുറിച്ച് പറഞ്ഞു. നിങ്ങളുടെ അഖിലേന്ത്യാ സെക്രട്ടറി സീതാറാം യെച്ചൂരി ആർക്കാണ് വോട്ട് ചെയ്യുന്നത്? ഡൽഹിയിൽ ആർക്കാണ് വോട്ട് ചെയ്യുന്നത്? കൈപ്പത്തിയിലേക്കാണ് വോട്ട് ചെയ്യുന്നത്. സീതാറാം യെച്ചൂരി വോട്ട് ചെയ്യുന്നത് കൈപ്പത്തിയിലേക്ക്. ആർക്കാണ് വോട്ട് ചെയ്യുന്നത്? കൈപ്പത്തിക്കാണ് വോട്ട് ചെയ്യുന്നത്. കൈപ്പത്തിക്കാണ് നിങ്ങൾ വോട്ട് ചെയ്യുന്നത്. ഇവർക്ക് കൈപ്പത്തി വോട്ട് ചെയ്യണ്ടേ? ചെയ്യണം. അവർ യഥാർത്ഥ മതേതരവാദികളാണ്. എന്നാൽ കേരളത്തിലെ പിണറായി വിജയന്റെ CPM BJP-ക്ക് കൂട്ടുപിടിച്ച് ഇവിടെ വർഗീയത വളർത്തുകയാണ്. എനിക്ക് പറയാനുള്ളത്, രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കുമ്പോൾ ഇവർക്ക് മത്സരിക്കാൻ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് ഒരു സീറ്റ് പോലും ഇവർക്കില്ലേ? പ്രകാശ് കേരളത്തിൽ മത്സരിക്കാലോ. എന്തുകൊണ്ട് മത്സരിക്കുന്നില്ല? വരാലോ, ജയിക്കില്ല. കെട്ടിവെച്ച കാശ് കിട്ടില്ല. പ്രകാശ് അമേഠിയിലൊന്ന് പോയി മത്സരിച്ചു നോക്ക്. റായ്ബറേലിയില് പോയി രാഹുൽ ഗാന്ധി മത്സരിക്ക്. എനിക്ക് ചോദിക്കാം, ഇപ്പോ BJP-യും ഇടതുപക്ഷവും കൂട്ടുകെട്ടാണെന്ന് പറയുന്നത് കഴിഞ്ഞ കുറെ കാലമായുള്ള കോൺഗ്രസ്സുകാരുണ്ടല്ലോ. BJP-ക്കെതിരെ നടത്തിയിട്ടുള്ള ഒരു സമരത്തിന്റെ പേര് BJP ഗവൺമെന്റിനെതിരെ നടത്തിയ സമരത്തിന്റെ പേര് പറയാൻ പറ്റും. ഭാരത് ജോഡോ യാത്ര ഒരു റോഡ് ഷോ മാത്രമാണ്. മറിച്ച് BJP ഗവൺമെന്റിനെതിരെ നിരന്തരമായിട്ട് സമരം ചെയ്ത ഏതെങ്കിലും ഒരു സമരം രാഹുൽ ഗാന്ധിയെ മാത്രമേ നടത്തിയിട്ട് എന്താ കാര്യം? BJP-യിലേക്ക് കോൺഗ്രസ് ശരി. താങ്കളിൽ നിന്ന് തുടങ്ങാം. മറുപടി പറഞ്ഞോളൂ. ജോബ് അതിന് മറുപടി കേട്ടിട്ട് അല്പസമയം കൂടിയുള്ളൂ. നിങ്ങൾ ബഹളം വെക്കരുത്. പറഞ്ഞോ. അല്പസമയം. ഒരു കാര്യം പറയാം. ഇപ്പൊ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നു. താങ്കൾ പത്മജി ആദ്യം അവഹേളിച്ചു. ഇവർ വേസ്റ്റ് ആണെന്ന് പറഞ്ഞു. 2.5 കോടി രൂപയോളം അവിടെ തെരഞ്ഞെടുപ്പിന് വേണ്ടി പ്രതാപിന് വേണ്ടി ചെലവഴിച്ച് ചുമരെഴുത്ത് കഴിഞ്ഞിട്ട് പത്മജ ആരാണെന്ന് തെളിയിക്കുന്ന തീരുമാനം ഇന്ന് K. മുരളീധരനെ അവിടെ ഇറക്കിയതിന്റെ പിന്നിൽ പത്മജ ആരാണെന്ന് നിങ്ങൾക്ക് തെളിയിച്ചു തരും. ഇൻഫ്ലുവൻസ്, സ്വാധീനമുണ്ട്. ഒരു വേസ്റ്റുമല്ല പത്മജ വേണുഗോപാൽ എന്ന് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി ജയിക്കുമ്പോ നിങ്ങൾ അറിയാൻ പോകുന്നു എന്നുകൂടെ പറയാൻ ഉപയോഗിക്കുന്നു. ഒരു കാര്യം പാലക്കാടിലേക്ക് വരാം. ഇവിടെ C. കൃഷ്ണകുമാർ എന്ന നേതാവ് ജയിക്കുകയും ചെയ്യും. ഇവിടെ
ഇവിടെ എയിംസ് പോലെയുള്ള കോച്ച് ഫാക്ടറി പോലെയുള്ള വികസന പ്രവർത്തനങ്ങൾ 5 കൊല്ലത്തിനുള്ളിൽ സി കൃഷ്ണകുമാർ ഇവിടെ നടത്തുകയും ചെയ്യും. അരുൺകുമാറിനെ പോലെയുള്ള മാധ്യമ പ്രവർത്തകർ അതിന്റെ ഉദ്ഘാടനത്തിന് ഇവിടെ വരികയും ചെയ്യുമെന്ന് അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു.